അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാനിത് വച്ചിരിക്കുന്നത് രാജമാതാവിനെ പറ്റിയിട്ടാണ്. സേതു പാർവതിയഭായെ പറ്റിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സാറിന് ബുക്കിൽ നിന്ന് തന്നെ എഴുതിയെടുത്തിട്ടുണ്ട്. അവര് ഈ റീജന്റ് ആയിരുന്ന സേതു ലക്ഷ്മി ഭായിക്ക് ആദ്യമേ കുട്ടികൾ ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്തതായിട്ട് സാർ അത് എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് അവിശ്വസനീയമെന്ന് വരെ ഒരുപക്ഷെ വായനക്കാർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. എങ്കിലും സാറിന്റെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ പഠനങ്ങളിൽ സാറിന് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഞാന് ഈ അമ്മ മഹാറാണിയെ ഒരു പ്രതികാരമൂർത്തിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് അവർ വളരെയധികം സ്വപ്നങ്ങളും വളരെയധികം ആഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു വനിതയായിരുന്നു. അവളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് അവര് ദത്ത് വഴിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് വരുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തില് ഈ ദത്തിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും രാജകുടുംബത്തിൽ ഉണ്ടായിരുന്നു. രാജാവായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയോട് ഇങ്ങനെ ഒരു ദത്ത് വേണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ദത്ത് വഴി മാവേലിക്കരയിൽ നിന്ന് രാജകുടുംബത്തിലേക്ക് വന്ന റാണി ലക്ഷ്മിബായിയാണ്. ഈ റാണി ലക്ഷ്മിബായിയെ ആ ദത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയോട് പറയാൻ ആവശ്യപ്പെട്ടത് അവരുടെ ഭർത്താവായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്ന പേരിലാണ് അദ്ദേഹം മലയാളികളുടെ ഇടയിൽ പരിചിതനായിട്ടുള്ളത്. ആ കേരളവർമ്മ ദേവൻ എന്നൊക്കെ അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഈ റാണി ലക്ഷ്മിബായിയില് മക്കളില്ല. അപ്പൊ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ മക്കളില്ലെങ്കിൽ എൻ്റെ അനന്തരവന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാവിയിൽ എൻ്റെ അനന്തരവന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി, അവർ പ്രസവിക്കുന്ന കുട്ടിയെങ്കിലും ഈ തിരുവിതാംകൂറിലെ രാജാവാകണം. വളരെ ദീർഘമായ കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടലുകൾ നടത്തിയ ശേഷമാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ സ്വന്തം ഭാര്യയോട് രണ്ടുപേരെ ദത്തെടുക്കുവാൻ ആവശ്യപ്പെടുന്നത്. കാരണം അവർക്കിനി സന്താനങ്ങൾ ഉണ്ടാവില്ല. ആ പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് അവര്, അതായത് ദത്ത് വഴി സഹോദരിയായി എത്തപ്പെട്ട ലക്ഷ്മിബായി സഹോദരനായ മൂലം തിരുനാൾ രാമവർമ്മയോട് ദത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയില് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജില് ഈ ദത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം അല്ല അവർക്ക് പൊതുവെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നതും ദത്തുകളെ നിരുത്സാഹപ്പെടുത്തുക, അതുപോലെ അവകാശികൾ ഇല്ലാതായി വരുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് രാജിന്റെ ഭാഗമാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. നമുക്കറിയാം 1857 സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായികയായ ഝാൻസി റാണിയുടെ കാര്യം. ഝാൻസി റാണി വാസ്തവത്തിൽ രാജാവിന്റെ പത്നി മാത്രമാണ്. ആ നിലയിലാണ് അവർ റാണിയായത്. അവർക്ക് റീജന്റായി മാത്രമേ ഝാൻസി ഭരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവരൊരു രാജകുമാരനെ ദത്തെടുക്കുന്നു. ആ രാജകുമാരന് ഭാവിയിൽ ഝാൻസി ഭരിക്കാം. എന്നാൽ ഈ ദത്തിനെയാണ് അന്നത്തെ വൈസ്രോയി അല്ലെങ്കിൽ അന്നത്തെ ഗവർണർ ജനറൽ എതിർക്കുന്നത്. ഗവർണർ ജനറൽ എതിർത്തു എന്ന് മാത്രമല്ല, ഈ ഝാൻസി അനക്സ് ചെയ്തതിനെതിരായിട്ടാണ് ഝാൻസി റാണി യുദ്ധം ചെയ്യുന്നത്. ഈ ചരിത്രമെല്ലാം, ഈ ഭൂതകാല ചരിത്രമെല്ലാം ഈ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു. 2 കുട്ടികളെ ദത്തെടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം ശ്രേഷ്ഠമായിരിക്കണം. മാത്രവുമല്ല, അവരറിയപ്പെടുന്ന കുടുംബത്തിൽ നിന്നായിരിക്കണം. അന്ന് വിശ്രുതനായ ഒരു കലാകാരനായി രാജാ രവിവർമ്മ അറിയപ്പെട്ടിരുന്നു. അപ്പൊ രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ ആണ് ദത്തെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദത്ത് ഈ പറഞ്ഞ പോലെ വൈസ്രോയി അതിനെ അനുകൂലിക്കും. അങ്ങനെയുള്ള ചില കണക്കുകൂട്ടലുകൾ കൂടി നടത്തിയിട്ടാണ് ഈ 2 കുട്ടികളെ ദത്തെടുക്കുന്നത്.
എപ്പോഴും ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് പകരം രണ്ടു കുട്ടിയെ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം വരികയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയും ഉണ്ടാവണമല്ലോ. അന്ന് ഈ ദത്തിനെ കുറിച്ചുള്ള കൂടിയാലോചനയെ അതിനിശിതമായി എതിർത്തിരുന്ന ആളാണ് ശ്രീമൂലം തിരുനാളിന്റെ സഹോദരനായ ഭരണി തിരുനാൾ രാമവർമ്മ. അദ്ദേഹം ആദ്യമേ തന്നെ ഈ ദത്തിനെ എതിർത്തു. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കിപ്പോ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ആർക്കൈവ്സിലുണ്ട്, അത് ആവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. കൂടുതൽ അറിയണമെന്നുള്ളവർ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മതി. ഒരു കാരണവശാലും അദ്ദേഹത്തിന് പിന്നെയും സേതു ലക്ഷ്മിബായിയുടെ ദത്തിനെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് സേതു പാർവതിബായിയുടെ ദത്തിന് അനുകൂലമല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഈ പാർവതിബായി എന്ന കൊച്ചുകുട്ടി തിരുവിതാംകൂറിലേക്ക് വരുന്നത്. അവരെ വളർത്താനായിട്ട് അവരുടെ അമ്മമാരും കൂടി വരുന്നു. അതായത് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളാണ്. അവരെ അർത്ഥ സഹോദരിമാരാണ്, അവരെ നേരെ സഹോദരിമാരല്ല. അന്ന് തന്നെ അതിൽ ഒരാൾക്ക് സൗന്ദര്യം കൂടുതലായിരുന്നു, ഒരാൾക്ക് സൗന്ദര്യം കുറവായിരുന്നു. സ്വാഭാവികമായി സൗന്ദര്യം കുറവുള്ള ആള് സൗന്ദര്യം കൂടുതലുള്ള ആളിനോട് അസൂയ പുലർത്തിയിരുന്നു. ആ അസൂയയുമായിട്ടാണ് ഈ ജൂനിയർ റാണി അല്ലെങ്കിൽ സേതു പാർവതിബായി വളരുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും അധ്യാപകരെ, നല്ല ട്യൂട്ടേഴ്സിനെ വെക്കുന്നു. നന്നായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവർ മലയാളം സംസാരിക്കുന്നു, അത്യാവശ്യം രാജ്യതന്ത്രം പഠിക്കുന്നു, ഭൂമിശാസ്ത്രം പഠിക്കുന്നു. പഠന കാര്യങ്ങളില് രണ്ടുപേരും വളരെ മിടുക്കികളായിരുന്നു. രണ്ടുപേർക്കും സംഗീതത്തിനോട് താല്പര്യമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ആളിനാണ് സംഗീതത്തിൽ എക്സൽ ചെയ്തത്, അതായത് സേതു പാർവതിബായി. വലിയ വൈണികയായിരുന്നു, വീണ വായനയിൽ വളരെ പ്രാഗൽഭ്യം പുലർത്തിയിരുന്ന ആളായിരുന്നു. പക്ഷേ ഉള്ളിലൊരു ദുഃഖമുണ്ട്. കാരണം ചേച്ചിക്ക് ഒരാൺ സന്താനം ഉണ്ടാവുകയാണെങ്കിൽ ആ ആൺ സന്താനത്തിനായിരിക്കും ഭാവിയിൽ രാജാവാകാൻ കഴിയുന്നത്, ചേച്ചിയെ ആയിരിക്കും രാജമാതാവ്. ഞാനോ എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു സാധാരണ സ്ത്രീ. ആ ഒരു കോംപ്ലക്സിലാണ് അവർ വളരുന്നത്. അതിങ്ങനെ ഉരുണ്ടുകൂടിയ ശത്രുതയായിട്ട് മാറുന്നു. അപ്പൊ അക്കാലത്ത് രണ്ട് കൂട്ടരുടെയും അടുത്ത് സ്തുതിപാഠകന്മാര്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി കുറേ സ്തുതിപാഠകന്മാരുണ്ട്. ഈ സ്തുതിപാഠകന്മാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ശത്രുസംഹാരം, ദുർമന്ത്രവാദം എന്നൊക്കെ. സ്വാഭാവികമായി അതിനെ അതിജീവിക്കുവാൻ അസാധാരണമായ തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം സേതു ലക്ഷ്മിബായി കാണിച്ചു. സേതു പാർവതിബായി രണ്ടാം സ്ഥാനക്കാരി ആയതുകൊണ്ട്, അധികാരമോഹമുള്ളത് കൊണ്ട് കാണിച്ചില്ല. അങ്ങനെയാണ് ദുർമന്ത്രവാദം നടന്നത്. ഞാൻ ഈ ദുർമന്ത്രവാദത്തെ പറ്റി കുറച്ചൊരു നിഷ്പക്ഷമായി പരിശോധിച്ചിട്ടുള്ള ആളാണ്. എങ്കിലും ദുർമന്ത്രവാദം നടന്നിട്ടില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. വെള്ളയമ്പലം കൊട്ടാരത്തിൽ വെച്ച് ദുർമന്ത്രവാദം സേതു പാർവതിബായിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടന്നു എന്നും, അങ്ങനെ നടത്തിയ ആളുകൾ രണ്ടുപേരാണ്. ഒന്ന് ഒരു മറാഠ ബ്രാഹ്മിൻ, മറ്റൊന്ന് ഒരു തമിഴ് ബ്രാഹ്മിൻ. ഈ രണ്ട് കുടുംബങ്ങളും പിൽക്കാലത്ത് ഇക്കാര്യങ്ങൾ കൺഫസ് ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഇത് ബ്രിട്ടീഷ് ആർക്കൈവ്സിലും ഇത് സംബന്ധിച്ച രേഖകൾ ഇന്ന് ലഭ്യമാണ്. അവരിതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. ഇതിനെ ഡിനൈ ചെയ്യുകയാണ് സേതു പാർവതിബായി ചെയ്തത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സേതു പാർവതിബായി ശക്തമായി ഡിനൈ ചെയ്യുന്നു. പക്ഷെ ബ്രിട്ടീഷ് അധികാരികൾ ഈ സേതു പാർവതിബായിയുടെ ഉപദേഷ്ടാക്കളായി സംശയിക്കുന്ന ചിലരെ തിരുവനന്തപുരത്ത് നിന്ന് മാവേലിക്കരയിലേക്ക് പറഞ്ഞയക്കുന്നു. മറ്റാരുമല്ല, സേതു പാർവതിബായിയുടെ അമ്മ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെ. അപ്പൊ സേതു പാർവതിബായിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ തിരുവനന്തപുരത്ത് നിന്ന് നാടുകടത്തി മാവേലിക്കരയിലേക്ക് ബ്രിട്ടീഷ് ക്രൗൺ അയക്കണമെങ്കിൽ അവര് ഈ പറയുന്ന ആഭിചാരം നടന്നു എന്ന് തന്നെ അവർക്ക് വ്യക്തമായ റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കണം. പിന്നെ ഈ ആഭിചാരത്തെ പറ്റി
അതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നവർ ഇന്നും ഉണ്ട്. അതൊക്കെ ഒരു പൂജയുടെ ഭാഗമായിട്ട് അത്തരം വഴിപാടുകൾ സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്നും ഉണ്ട്. ജന്തു ബലിയൊക്കെ ഔദ്യോഗികമായി പിൽക്കാലത്ത് നിരോധിച്ചത് റീജന്റ് റാണി ഭരണാധികാരിയായിരുന്ന നാളുകളിലാണ് തിരുവിതാംകൂറിൽ നിരോധിച്ചത്. എന്ന് വെച്ച് ഇവിടെ ഇപ്പോഴും രഹസ്യമായി ജന്തുബലി നടക്കുന്നില്ലേ? രഹസ്യമായി ആഭിചാരങ്ങൾ നടക്കുന്നില്ലേ? അതൊക്കെ നടത്തിക്കൊടുക്കാനും അതിലൊക്കെ വിശ്വസിച്ചു വീഴാനും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും തയ്യാറാകുന്നു എന്നത് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു അരുതാത്ത മുഖമായിട്ട് കാണണം. തീർച്ചയായിട്ടും. അതിനൊരു ചേർത്ത് ചോദിക്കേണ്ടത്, സേതു പാർവതിഭായിയുടെ ഭർത്താവ് രാമവർമ്മ കോയിത്തമ്പുരാൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു എന്താ പറയുക പിൻകാലത്ത് തഴയപ്പെടുകയും കുറച്ചൊരു പിന്നിലേക്ക് പോവുകയും അദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥയും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ വരികയും കുട്ടികളുമായിട്ട് അധികം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്തതായിട്ട് സാറിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന്റെ? ഞാൻ ആ പേരൊന്ന് കറക്റ്റ് ചെയ്യാം. അതായത് സേതു പാർവതിഭായിയുടെ ഭർത്താവിന്റെ പേര് കിളിമാനൂർ രവിവർമ്മ കോയിത്തമ്പുരാൻ. സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവാണ് അനന്തപുരത്ത് രാമവർമ്മ വലിയ കോയി തമ്പുരാൻ. അതില് ഈ രവിവർമ്മ കോയിത്തമ്പുരാൻ അതീവ സുന്ദരനായിരുന്നു, പണ്ഡിതനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, ബിരുദധാരിയായിരുന്നു. ഇടയ്ക്കൊന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ഛായയാണ് ഈ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ലഭിച്ചത്. ഈ പലരും ചോദിക്കാറുണ്ട്, അമ്മയ്ക്കുള്ള സൗന്ദര്യം അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ല എന്ന അർത്ഥത്തിൽ. സൗന്ദര്യമൊക്കെ വിലയിരുത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഉപകരണമൊന്നുമില്ല, ഞാൻ അതിലേക്കൊട്ട് മുതിരുന്നുമില്ല. പക്ഷെ അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് സേതു പാർവതിബായിയേക്കാൾ സൗന്ദര്യം സേതു ലക്ഷ്മിബായിക്കാണെന്നാണ്. എന്നാൽ സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവിന് അത്ര സൗന്ദര്യവുമില്ല. ഈ അനന്തപുരത്തെ രാമവർമ്മ തമ്പുരാൻ, അദ്ദേഹം കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ ഭാഗിനേന അനന്തരവനാണ്. എന്നാൽ സേതു പാർവതിബായിയുടെ ഭർത്താവായി വരുന്ന ഈ രവിവർമ്മ കോയിത്തമ്പുരാൻ അതീവ സുന്ദരനായിരുന്നു. എന്നാൽ അല്പകാലം മാത്രമേ ആ ദാമ്പത്യം നിലനിന്നുള്ളൂ, അല്പകാലം മാത്രം. അദ്ദേഹത്തിന് 3 സന്താനങ്ങൾ ഉണ്ട്. ഈ നമുക്കറിയാം, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അതുപോലെ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി, അതുപോലെ ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതം ദുസ്സഹമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തെ പേരുകൊണ്ട് ഹൗസ് അറസ്റ്റ് അല്ല, പക്ഷെ ഒരു ഹൗസ് അറസ്റ്റിൽ കഴിയേണ്ടി വരുന്ന ആളിന്റെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു രവിവർമ്മ തമ്പുരാൻ പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തത്. സ്വന്തം മക്കൾ കവടിയാറില് കഴിയുന്നു. കവടിയാറിൽ അയാള് മൂത്ത മകനാണെങ്കിൽ രാജാവുമാണ്, രണ്ടാമത്തെ മകനാണെങ്കിൽ ഇളയ രാജാവാണ്, മൂന്നാമത്തെ മകള് റാണിയാണ്. പഴയ ഫോട്ടോകളൊക്കെ നോക്കണം, ഞാൻ ധാരാളം ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഈ ഫോട്ടോകളിലൊന്നും നമുക്ക് രവിവർമ്മ കോയിത്തമ്പുരാനെ കാണുകയില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അനവധി ആൽബങ്ങളുണ്ട്. നമുക്ക് ഈ ആൽബങ്ങളിൽ ഒന്നും നമുക്ക് രവിവർമ്മയെ കാണാൻ പറ്റുകയില്ല. രവിവർമ്മ ഹൗസ് അറസ്റ്റ് എന്ന് പറയാൻ വയ്യ, പക്ഷേ ഹൗസ് അറസ്റ്റിന് തുല്യമായ ഒരു യാതനാപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇത് സേതു പാർവതിബായിയുടെ പ്രതികാരം കൊണ്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തോട് അങ്ങനെ പ്രതികാരം തോന്നാനായിട്ട് എന്തെങ്കിലും കാരണം? നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. നമുക്ക് ആകെ ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സേതു പാർവതിബായിയെ പറ്റി വന്ന ഒരു ജീവചരിത്രമാണ്. ഒരു ജീവചരിത്രമല്ല, ലഘു ജീവചരിത്രങ്ങൾ 2-3 നേരത്തെ വന്നിരുന്നു രാജഭരണകാലത്ത്. അവയൊക്കെ അത്യുക്തികൾ നിറഞ്ഞ ജീവചരിത്രങ്ങളാണ്. എന്നാൽ പിൽക്കാലത്തൊരു ജീവചരിത്രം വന്നു.
അത് TN ഗോപിനാഥൻ നായർ എഴുതിയ ജീവചരിത്രമാണ്. അതിനകത്ത് വളരെ തന്ത്രപൂർവ്വം ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല. ആകെ അവരുടെ ദാമ്പത്യം അത്ര കണ്ട് കൃത്യമായിരുന്നില്ല എന്ന സൂചന തരാനായിട്ട് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അതിൽ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടയാളാണ്. തെറ്റ്. സന്യാസ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടയാൾക്ക് 3 സന്താനങ്ങൾ ഉണ്ടാവില്ലല്ലോ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് മൂക്കില് ഒരു എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചില ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ടൊക്കെ അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു എന്നാണ്. ഞാന് പിൽക്കാലത്ത് അദ്ദേഹത്തിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ചില ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാജപത്നി അമ്മ മഹാറാണി ചെയ്തത്. അതിൽ തിരുവനന്തപുരത്തുകാർക്ക് അതില് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരതിനെ മാതൃകയായിട്ട് കണ്ടിരുന്നില്ല. ഒരിക്കലും തങ്ങളുടെ മകൾ അമ്മ മഹാറാണിയെ പോലെ ആകരുത് എന്നായിരുന്നു അന്നത്തെ അമ്മമാര് മക്കളെ ശാസിച്ചിരുന്നത്. അതിൽ ഇവിടെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, ഒരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവര് അന്തസ്സോടെ ചെയ്യേണ്ടിയിരുന്നത് വിവാഹമോചനം നടത്തുകയായിരുന്നു. അവർക്ക് അവർക്ക് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഭർത്താവിനെ അവർ ഡൈവോഴ്സ് ചെയ്തിട്ട് അത് ഗുഡ് ബൈ പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഭർത്താവായി ഡൈവോഴ്സ് ചെയ്യാതിരിക്കുകയും ഭർത്താവായി രേഖകളിൽ വെക്കുകയും ഭർത്താവിനെ വളരെ ഒറ്റപ്പെടുത്തി ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുകയും ചെയ്തതിനകത്ത് ഒരു കുടില തന്ത്രമുണ്ട്. മാത്രമല്ല മറ്റ് ദുഷ്പേരുകൾ ആ അമ്മ മഹാറാണിയെ കുറിച്ച് ഉണ്ടായിരുന്നു. ശുഭചേച്ചി ഒരു ചെറിയ സംശയം അതിൽ അന്ന് ചോദിക്കണമെന്ന് പറയുന്നത്. ശുഭചേച്ചി ചോദിച്ചോളൂ. ഞാൻ കേട്ടറിവാണ്. ദത്തെടുത്തത് കിളിമാനൂരിൽ നിന്നാണോ അതോ മാവേലിക്കരയിൽ നിന്നാണോ? മാവേലിക്കരയിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദത്തെടുത്തത് കിളിമാനൂരാണോ മാവേലിക്കരയാണോ എന്നാണ് ശുഭചേച്ചി ചോദിച്ചത്. ദത്തെടുത്തത് മാവേലിക്കരയിൽ നിന്നാണ്. ഈ രാജകുടുംബത്തിലെ അങ്ങനെ എവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് ദത്തെടുക്കാനേ ഒക്കെയില്ല. അതായത് ഭർത്താക്കന്മാർ കിളിമാനൂരിൽ നിന്നാവാം. കിളിമാനൂരിൽ നിന്ന് മാത്രമല്ല, കിളിമാനൂര്, പാലിയേക്കര, അതല്ലെങ്കിൽ അനന്തപുരം, അതല്ലെങ്കിൽ ലക്ഷ്മീപുരം, ഇങ്ങനെ തിരഞ്ഞെടുത്ത കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആവാം ഭർത്താക്കന്മാര്. പക്ഷെ കുട്ടികളെ ദത്തെടുക്കുന്നത് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അത് കോലത്ത് നാട്ടിൽ നിന്നേ ആകാവൂ. ഇവിടെയാകട്ടെ ഈ കോലത്ത് നാട്ടിൽ നിന്ന് പ്രധാനമായിട്ട് 2 ശാഖകളാണ് തിരുവിതാംകൂറിലേക്ക് വന്നത്. അതില് ഒന്ന് പള്ളിക്കോവിലകം, മറ്റൊന്ന് ചെങ്ങക്കോവിലകം. ഈ പള്ളിക്കോവിലകത്ത് നിന്ന് വന്ന ആളുകള് മാവേലിക്കര തന്നെയാണ് താമസിക്കുന്നത്. ശരിക്കും മാവേലിക്കരയ്ക്ക് അടുത്ത് ആയിരിക്കും താമസിക്കുക. ഈ പള്ളിക്കോവിലകത്ത് നിന്ന് വന്ന ഒരു തമ്പുരാട്ടിക്ക് കിളിമാനൂരിൽ നിന്നുള്ള ഒരു തമ്പുരാട്ടി വിവാഹം കഴിച്ചു. അതിലുണ്ടായ മകനാണ് തിരുവിതാംകൂറിന്റെ രൂപീകരണം തന്നെ നിർവഹിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ ഈ പറയുന്ന റാണി സേതു ലക്ഷ്മിബായിയും സേതു പാർവതിബായിയും മാവേലിക്കരയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോഴും വംശവൃക്ഷത്തിന്റെ വേരുകൾ കോലത്ത് നാട്ടിലെ തന്നെയാണ്. പക്ഷെ കോലത്ത് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഈ ചെങ്ങക്കോവിലകത്ത് നിന്നുള്ള 2 കുട്ടികളെ എടുക്കണം എന്നുള്ള ശാഠ്യം ഈ പറയുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ ഭാര്യയുടേതായിരുന്നു, ലക്ഷ്മി റാണിയുടേതായിരുന്നു. അവിടെ അവരൊരു നാടകം കളിച്ചു. ആ നാടകം എന്താന്ന് പറഞ്ഞാല് തൊട്ടു മുമ്പ് ദത്തെടുത്ത അതേ ശാഖയിൽ നിന്ന് വീണ്ടും എടുക്കരുത്. അതൊക്കെ അപ്രഖ്യാപിത നിയമങ്ങളാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവര് 2 പേരും മാവേലിക്കരയിലെ ചെങ്ങക്കോവിലകത്തിന്റെ ഭാഗമായ ഉത്സവ മഠത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഉത്സവ മഠത്തിൽ നിന്ന് ദത്തെടുക്കരുത്. വേറെ
മഠങ്ങൾ വേറെയുണ്ട്. ആ വേറെ ബ്രാഞ്ചസ് ഉണ്ട്. മണ്ണൂർ മഠമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് എണ്ണക്കാട്ട് മഠമുണ്ട്. അവിടുന്നൊക്കെ എടുക്കാവും. അതിന് പകരം എന്ത് ചെയ്തു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നറുക്കിട്ടെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ നറുക്കിലുള്ള 10 പേരുകളും ഈ 2 തമ്പുരാട്ടിമാരുടേതായിരുന്നു എന്നാണ് ഓറലായിട്ട് നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥകൾ. അതിന്റെ യഥാർത്ഥ വിവരത്തെ പറ്റി അറിയില്ല. ആ നറുക്കെടുത്തത് കരുമാരത്ത് നമ്പൂതിരിയാണ്. ആ കരുമാരത്ത് നമ്പൂതിരിയെ ബ്രൈബ് ചെയ്തിട്ടാണ് എടുത്തത്. ഇതൊക്കെ കഥകളാണ്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും. ഇതൊക്കെയാണെങ്കിലും പാർവതിഭായി തമ്പുരാട്ടിയാണ് CPA ദിവാനായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തത്. സാറിന്റെ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ദീർഘവീക്ഷണം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു? എങ്ങനെ ഇവർക്ക് CP രാമസ്വാമി ഇവിടെ ദിവാനായി കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളതും? അതിലൊരു ദീർഘവീക്ഷണവും ഇല്ല. കേവലം യാദൃശ്ചികത്വം, കേവലം യാദൃശ്ചികം. അത് ഒരു മാവിന്റെ മുകളിൽ ഒരു കാക്ക വന്നിരുന്നു. കാക്കയുടെ ലക്ഷ്യം എന്താണ്? മാമ്പഴം കൊത്തുക, മാമ്പഴം തിന്നുക. പക്ഷെ കാക്കയ്ക്ക് കൊത്താൻ കിട്ടുന്നതിന് മുമ്പ് മാമ്പഴം താഴെ വീണു. അവിടെ ചുവട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ മാമ്പഴം എടുത്ത് തിന്നു എന്ന് പറയുന്നത് പോലെ കേവലം യാദൃശ്ചികമായി സംഭവിച്ചതാണ് CPയുടെ തിരുവിതാംകൂർ ആഗമനം. അന്ന് ഈ 2 റാണിമാരും തമ്മിൽ ഉള്ള ശത്രുത എല്ലാ അതിരുകളെയും ലംഘിച്ച് അത് അനാരോഗ്യകരമായി തുടർന്നു. ആ ശത്രുത അങ്ങനെ തുടരുന്ന സമയത്ത് സേതു ലക്ഷ്മിബായി നേരിട്ട് ഒന്നും ചെയ്തതായി ആരും പരാതിപ്പെടുന്നില്ല. നേരെ മറിച്ച് സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവായ രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ അത്ര സാത്വികനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ചില കുതന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് റീജൻസി നീട്ടിക്കെട്ടണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ബ്രിട്ടീഷ് ക്രൗണിന് എഴുതി. ആ റീജൻസി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ക്രൗണിന് എഴുതിയപ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ അത് അംഗീകരിച്ചു. സാധാരണഗതിയിൽ 16 വയസ്സ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പൂർത്തിയാകുന്ന ദിവസം ക്രൗൺ രാജാവാക്കേണ്ടതാണ്, കിങ് ആയിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കേണ്ടതാണ്. അതുണ്ടായില്ല. അപ്പൊ ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയും എൻ്റെ മകന് ഒരിക്കലും രാജാവാകാൻ കഴിയുകയില്ല എന്ന് വരികയും ചെയ്താലുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ട് വൈസ്രോയിയോട് നേരിട്ട് വാദിക്കുവാൻ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയെ അവരന്വേഷിച്ചു. അങ്ങനെയാണ് CP രാമസ്വാമി അയ്യരെ അവർ കണ്ടെത്തിയത്. അല്ലാതെ ദിവാനാക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരം അന്നേരം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല CP രാമസ്വാമി അയ്യർ വന്നു. CP രാമസ്വാമി അയ്യർക്ക് വില്ലിംഗ്ടണോടും മാത്രമല്ല ലേഡി വില്ലിംഗ്ടണോട് അതിനേക്കാൾ കൂടുതൽ അടുപ്പമുണ്ട്. ഈ വൈസ്രോയിയും ലേഡി വൈസ്രോയിയും സിംലയിലെ വേനൽക്കാല വസതിയിൽ താമസിക്കുമ്പോൾ CP രാമസ്വാമി അയ്യർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കൊണ്ട് പോവുകയാണ് സിംലയിലേക്ക്. സിംലയിൽ പോയിട്ട് അദ്ദേഹം നന്നായി സംസാരിക്കുന്നു, ഇടപഴകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് അച്ഛന്റെ ഭ്രാന്തിന്റെ ഒരു അംശം ഉണ്ടെന്നാണ് പരാതി പോയിരിക്കുന്നത്. ആ ഭ്രാന്തൊന്നും ഇല്ല, ഇച്ചിരി എക്സെൻട്രിസിറ്റീസ് ഉണ്ടായിരിക്കണം, സാരമില്ല എന്ന തരത്തിൽ അങ്ങനെ ഒരു ആരോപണം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ പറ്റി പിൽക്കാലത്തും ഉണ്ടായിരുന്നു. ചില എക്സെൻട്രിസിറ്റീസ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഫിലിം കാണാൻ കിട്ടും, KL മോഹനവർമ്മ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററി. അതിനകത്ത് അദ്ദേഹത്തിന്റെ ചില മാനറിസംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ആ സന്ദർശനം ബാലരാമവർമ്മ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് അനുകൂലമായി. തുടർന്ന് അദ്ദേഹം രാജാവാകുന്നു. രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉപദേഷ്ടാവിനെ വേണം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അഡ്വൈസറായിട്ട് CP രാമസ്വാമി അയ്യരെ നിയോഗിക്കുന്നു. എന്ന് മാത്രമല്ല ട്രാവൻകൂറിന് ഒരു ഭരണഘടനയില്ല. അന്ന് ട്രാവൻകൂറിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സംഭവങ്ങളിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചുള്ള മതിലകം റെക്കോർഡ്സ് ആണ്. അപ്പൊ ആ മതിലുകൾ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ
അന്ന് മതിലകം റെക്കോർഡ്സ് ആണ് പരിശോധിക്കുന്നത്. അപ്പൊ ആ മതിലകം റെക്കോർഡ്സിന് പകരം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അത് തയ്യാറാക്കാൻ സർവ്വതാ യോഗ്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ് CP രാമസ്വാമി അയ്യർ എന്ന് കണ്ടിട്ട് ആ ഒരു ദൗത്യം കൂടിയാണ് CP രാമസ്വാമി അയ്യരെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം വന്ന് ഒരു മാസം ഇവിടെ താമസിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഈ ദിവാൻ എന്ന് പറയുന്ന പദവി നല്ല സുഖമുള്ള ഒരു പദവിയാണ്. അധികാരം ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാരം പ്രയോഗിക്കാൻ ദിവാന് കഴിയുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ അങ്ങനെയല്ല CP രാമസ്വാമി അയ്യരുടെ ജീവചരിത്രങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വെർഷൻ ഉണ്ട്. CPക്കും അത് പൂർണ്ണ സമ്മതമായിരുന്നു. തീർച്ചയായിട്ടും അത് രാജമാതാവിനും സമ്മതമായിരുന്നു, രാജാവിനും സമ്മതമായിരുന്നു. CP ഈ അഡ്വൈസറായി വന്നപ്പോൾ തന്നെ അതിന്റെ അപകടത്തെപ്പറ്റി ചിന്താശീലരായ മലയാളികൾ അന്നേരം തന്നെ മുഖപ്രസംഗങ്ങൾ എഴുതി സൂചനകൾ നൽകി. കേസരി ബാലകൃഷ്ണപിള്ള എഴുതിയത് കേസരി പത്രത്തിലെ ഒരു എഡിറ്റോറിയലില് ഈ CPയെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നത് വലിയ അപകടത്തിൽ കലാശിക്കും. കാരണം കോഴിയെ സൂക്ഷിക്കാനായിട്ട് കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെ ആയിരിക്കും CPയെ ഈ തിരുവിതാംകൂറിന്റെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി നമുക്കറിയാമല്ലോ, പിന്നീട് പ്രസിദ്ധീകരണം മുമ്പോട്ട് പോകാത്ത തരത്തില് എത്തി. അദ്ദേഹം മരിക്കുന്നത് വരെയും പക്ഷേ പത്രാധിപർ കേസരി എന്ന ഒരു ലെറ്റർ പേപ്പർ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ സ്വേച്ഛാധിപതിയാണ് CP എന്നുള്ളത് അന്നേ മലയാളികൾക്ക് അറിയാം. എന്ന് മാത്രമല്ല ഒരു പ്രിൻസിപ്പിൾസും ഇല്ലാത്ത ആളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച ആനി ബെസന്റിന്റെ ഒരു അനുകർത്താവായിട്ടാണ് CP രാമസ്വാമി അയ്യര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. മദ്രാസിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വരെ ആയി CP രാമസ്വാമി അയ്യർ. ഒരർത്ഥത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ, വല്ലഭായ് പട്ടേലിനേക്കാൾ, സുഭാഷ് ചന്ദ്രബോസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ലീഡറായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. അങ്ങനെയുള്ള CP രാമസ്വാമി അയ്യർ കോൺഗ്രസിനെ തള്ളി, കോൺഗ്രസിനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഈ തിരുവിതാംകൂറിന്റെ ദിവാൻ പദവിയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിനെ മോഹിപ്പിക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണെന്ന് അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും ഇതല്ലോ മറ്റേ വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ ഭാര്യയുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതായി സാർ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? കാരണം അതത്ര നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു എങ്ങനെ അടുപ്പം ഉണ്ടായെന്ന് പറയാൻ കഴിയാത്തൊരു വസ്തുതയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്ക് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിച്ചില്ല. ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം. ലേഡി മൗണ്ട് ബാറ്റനും നെഹ്റുവുമായുള്ള ബന്ധം പോലത്തെ ഒരു ബന്ധം എന്ന് ധരിച്ചുകൊള്ളുക. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അനുസ്മരിപ്പിച്ചത്. ആ ഒരു ബന്ധത്തിന്റെ ഞാൻ പറയാതെ പറയും ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ പറയാൻ കഴിയണം.